ഹലോ, ഇത് നമ്മുടെ ടപ്പിയോക്കയാണേ. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ഉപ്പേരിക്കപ്പയുടെ വീഡിയോ ഇട്ടില്ലേ, അതിൽ ഞാൻ പറയുന്നുണ്ട് നമ്മളിതുപോലെ വേറൊരു ഷേപ്പിൽ അരിഞ്ഞ് ഉണങ്ങി വയ്ക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ കപ്പയാണ് നമ്മളിന്ന് വേവിക്കാൻ പോകുന്നത്. ഇതും നമ്മൾ ആ ഉപ്പേരിക്കപ്പയുടെ കൂടെ തന്നെ വാട്ടി ഉണങ്ങി വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചേക്കണം, ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണേ. ഈ പ്രോസസ്സ് നല്ല ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് നമ്മളിന്ന് കപ്പ വിറകടുപ്പിലാണ് വെക്കുന്നത്. കപ്പ ഒരു 3/4 വേവൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളതിലേക്ക് സാധാരണ കപ്പയ്ക്ക് ഇടുന്ന പോലെ അരപ്പിടണം. തേങ്ങയും ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ടുള്ള അരപ്പാണ് അതിലേക്ക് ഇടുന്നത്. എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വെച്ച് വേവിക്കണം. ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ റെഡിയാവും. ശരിക്കും ഈ സാധനം വേറൊരു രീതിയിലും കൂടി കഴിക്കാം. ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കപ്പ എടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളിയും 2 കാന്താരിയൊക്കെ ഉടച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കങ്ങനെ വെറുതെ കഴിക്കാനും പറ്റും. ഇങ്ങനെ വേവിക്കുക അല്ലാണ്ട് ജസ്റ്റ് അങ്ങനെയും കഴിക്കാം. അതിന് നല്ല ടേസ്റ്റാട്ടോ. ഈ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴും കാണുമ്പോഴും ഭയങ്കര നൊസ്റ്റാൾജിയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ ഗൈസ്? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ.